മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിങ്ങനെ മാറി മറിഞ്ഞ് കലങ്ങി മറിഞ്ഞ് ചിലപ്പോൾ തെളിമയുള്ളതാവും. ഇതൊരു ഒഴുക്കാണ്, ഒരു നദി ഒഴുകും പോലെ ഇങ്ങനെ ഒഴുകുന്നതാണ്. ചില സമയത്ത് പ്രളയം ഉണ്ടാവും, ചുഴി ഉണ്ടാവും അല്ലേ? ചില സമയത്ത് ശാന്തമായി ഒഴുകും, ചില സമയത്ത് ഏതെങ്കിലും ഒരു തീരത്ത് വന്ന് അടഞ്ഞു നിൽക്കും അല്ലേ? ഒഴുകുന്നതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ഈ കാലമൊക്കെ ഇപ്പം മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ വരുമ്പോൾ വെള്ളമൊക്കെ കുറവുള്ള സമയമാകുമ്പോൾ ഏതെങ്കിലും ഒരു തീരത്ത് വന്നിങ്ങനെ അണഞ്ഞു നിൽക്കും. അപ്പോൾ ഒരു കാറ്റ് വരണം അതിനൊന്ന് തള്ളി വിടാൻ, അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തൊടണം, എന്നാലത് നീങ്ങുള്ളൂ. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ പല സമ്മർദ്ദങ്ങളിലൂടെ ഒക്കെ ഒഴുകുന്നൊരു സാധനമാണ് എന്ത്? മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ അല്ലേ? നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കണ്ണും കാലും കൈയൊക്കെയാണോ? ഇല്ല. നമ്മളെ ചലിപ്പിക്കുന്നത് എന്താ? നമ്മളെ ചിന്തകൾ, നമ്മുടെ തോട്ടാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ശ്രദ്ധയോടെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടീച്ചർമാരായിട്ടൊരു കാര്യമുണ്ടാവും.